ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ യാത്ര തേക്കടിയിലേക്കാണ്. ഇന്ന് നമ്മൾ ഫുൾ ഫാമിലിയുമായിട്ടാണ് യാത്ര പോകുന്നത്. അതിരാവിലെ തന്നെ എല്ലാവരും റെഡിയായി യാത്ര പുറപ്പെട്ടു. ഏകദേശം 30 കിലോമീറ്റർ പിന്നിട്ടുള്ള യാത്രയിൽ അടൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയിലായി കണ്ട ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി. അവിടെ നിന്നും അപ്പവും മുട്ടക്കറിയുമാണ് ഞങ്ങൾ വാങ്ങിക്കഴിച്ചത്. അവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 60 കിലോമീറ്ററോളം പിന്നിട്ടപ്പോൾ വഴിയരികിലായി ഒരാൾ കരിമ്പിൻ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി സൈഡിലായി നിർത്തി എല്ലാവരും പുറത്തിറങ്ങി. ഇതാണ് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മെഷീൻ. വളരെ വേഗത്തിൽ തന്നെ അയാൾ ജ്യൂസ് തയ്യാറാക്കി. ഏകദേശം 30 രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ജ്യൂസിന് വാങ്ങിയത്. തിരിച്ച് എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. പിന്നീടുള്ള 70 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുമളി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ കണ്ട ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഉച്ചയൂണ് കഴിച്ചു. നല്ല സ്വാദിഷ്ടമായ നാടൻ ഊണ് തന്നെയായിരുന്നു അവിടെ. നമുക്ക് നമ്മുടെ വാഹനത്തിൽ തന്നെ തേക്കടി ബോട്ടിംഗ് സെൻറ്ററിലേക്ക് പോകുവാൻ കഴിയില്ല. ബോട്ടിംഗ് സെൻറ്ററിന് 2 കിലോമീറ്റർ മുൻപുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. അവിടെ നിന്നും വനം വകുപ്പിൻ്റെ ബസ്സിലാണ് യാത്ര തുടർന്നത്. ആദ്യ യാത്രയിൽ തന്നെ ഒരു മ്ലാവിനെയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ബസ് ചെന്ന് നിന്നത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലായിട്ടാണ്. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഞങ്ങൾ 6 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 255 രൂപയാണ് ഈടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം ബോട്ടിനടുത്തേക്ക് നടന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ ബോട്ടിനുള്ളിലേക്ക് കയറി ജാക്കറ്റ് ധരിച്ചു. ബോട്ടിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗത്തെ സീറ്റാണ് കിട്ടിയത്. അങ്ങനെ ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങി. ഇനി ഏകദേശം 1.5 മണിക്കൂർ നീണ്ട വനത്തിലൂടെയുള്ള യാത്രയാണ്. മരങ്ങളിലെ ഇലകൾ കൂടുതലായി പൊഴിഞ്ഞത് കണ്ടപ്പോഴും ചെടികൾ വാടി നിൽക്കുന്നത് കണ്ടപ്പോഴും വേനലിൻ്റെ കാഠിന്യം കൂടിയതായി തോന്നി. ഈ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ്. ഈ ബോട്ട് യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കണ്ടത് കാട്ടുപോത്തിനെയാണ്. പിന്നീട് മാൻകൂട്ടത്തെയും പന്നിക്കൂട്ടത്തെയും കണ്ടു. ധാരാളം കൊക്കുകളെയും കിളികളെയും കണ്ടു. വളരെ ദൂരത്തായി തന്നെ ആന നിൽക്കുന്നതായും കണ്ടു. 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ബോട്ട് കരയ്ക്കടുപ്പിച്ചു. ഞങ്ങളെല്ലാം തന്നെ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ നിന്ന് തിരിച്ചു പോകാനായി ഇവിടുത്തെ ബസ്സിൽ തന്നെയാണ് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഞങ്ങളുടെ വാഹനത്തിനരികിലേക്ക് പോകാൻ. ക്യൂ നിന്നാണ് ബസ്സിൽ കയറിയത്. ഇനി അടുത്ത സ്ഥലത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്താം. ഗുഡ് ബൈ.